അത് എന്താന്നറിയാം, ഈ ഷാഫി പറമ്പിലൊക്കെ കോൺഗ്രസ്സുകാരൊക്കെ അവിടെ അനാവശ്യമായിട്ടും ആവശ്യമില്ലാത്ത ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അതൊക്കെ എന്തിനാണ്, എന്ത് ആവശ്യത്തിനാണെന്നുള്ളത് എനിക്ക് മനസ്സിലാകുന്നില്ല. ഓക്കെ, വാട്ട് എവർ മേ ബി, അത് എന്ത് തന്നെ ആയാലും അവിടെ ശൈലജ ടീച്ചർ ജയിക്കും എന്നുള്ളതിന് യാതൊരു സംശയമില്ല. അവിടെ 73.36% വോട്ടിംഗ് നടന്നിട്ടുണ്ട്, അത് ജയിക്കുകയും ചെയ്യും. കേരളത്തിൽ CPM 12 സീറ്റ് നേടുമെന്ന് പറയുന്നുണ്ട്. ഓ, 12 മണ്ഡലം ഏതാണ്? പറഞ്ഞുതരാം. ഇതിനു മുമ്പ് എനിക്കൊരു കാര്യം കൂടെ അഭിലാഷിനെ ബോധ്യപ്പെടുത്താനുണ്ട്. അതായത് ഈ കോൺഗ്രസ്സുകാരൊക്കെ പറയുന്നത് CPM ഒന്നും കിട്ടൂല, അവർക്ക് ഒരു സീറ്റും കിട്ടില്ല, കംപ്ലീറ്റ് ഞങ്ങൾ അങ്ങ് അടിച്ചെടുക്കും, 2020 എല്ലാം ഞങ്ങളാണ് എടുക്കുന്നത്. പക്ഷെ അതിനു മുമ്പ് ഒന്ന് രണ്ട് കാര്യങ്ങളും ചെറുതായിട്ട് ഹിന്റ് ചെയ്ത് തരാം. അതായത് ഈ 2004 ഒരു ബെറ്റർ പെർഫോമൻസ് ആണ് CPM പാർട്ടി എന്ന നിലയ്ക്ക് ദേശീയ തലത്തിൽ കാഴ്ചവെച്ചത്. അതിൽ 42-43 സീറ്റ് അവർ കൊണ്ടുവന്നു. അതിൽ ബംഗാളിൽ നിന്ന് ഒരു 26 സീറ്റ്, ത്രിപുരയിൽ 2 സീറ്റ്, തമിഴ്നാടിൽ നിന്ന് 2 സീറ്റ്, കേരളത്തിൽ നിന്ന് 12 സീറ്റ്, അങ്ങനെ 6% വോട്ട് ശതമാനം അന്ന് പിടിച്ചു. പക്ഷേ അതൊരു പെട്ടെന്ന് 2004 2009 അതിന്റെ ഇത് മാറിപ്പോയി. 16 സീറ്റായി, 2014 9 സീറ്റായി, 2019 3 സീറ്റായി. ഇപ്പോഴത്തെ വോട്ട് ശതമാനം 1.75% ഉള്ളൂ. മനസ്സിലായോ? അതില് ഒരു അത് പറയുന്നത് എന്താന്ന് വെച്ചാല് ദേശീയ പാർട്ടി സ്റ്റാറ്റസ് നിലനിർത്തണമെങ്കിൽ 8 സീറ്റെങ്കിലും വേണമെന്നാണ് പറയപ്പെടുന്നത്. തീർച്ചയായിട്ടും ഇത്തവണ ആ 8 സീറ്റിന് വരാൻ 12+3 15 സീറ്റെങ്കിലും വരുമെന്നുള്ളതാണ് ഭീമന്റെ ഗ്യാരണ്ടി എന്നുള്ളതാണ്. ഭീമന്റെ ഗ്യാരണ്ടിയിലെ 12 മണ്ഡലം ഏതാണ്? അത് ഞാൻ പറഞ്ഞുതരാം. ഭീമന്റെ ഗ്യാരണ്ടിയിലെ 12 മണ്ഡലം പറഞ്ഞുതരാം. അതായത് ഒന്നാമതായിട്ട് എന്റെ സ്വന്തം, ഞാൻ ചങ്ങനാശ്ശേരിക്കാരനാണല്ലോ, എന്റെ സ്വന്തം മണ്ഡലമായ കോട്ടയം മുതൽ നമുക്ക് തുടങ്ങാം. ഓക്കെ, അവിടെ 65.59% നടന്നത്. അത് അവിടെ മത്സരിക്കുന്നത് മറ്റേ സിറ്റിംഗ് MP തോമസ് ചാഴിക്കാടനാണ്, ഫ്രാൻസിസ് ജോർജാണ്, തുഷാർ വെള്ളാപ്പള്ളിയാണ്. പക്ഷേ തോമസ് ചാഴിക്കാടൻ തന്നെ നല്ല ഭൂരിപക്ഷത്തോടുകൂടി അവിടെ വിജയിക്കാനുള്ള സാധ്യത. കഴിഞ്ഞ പ്രാവശ്യം കോൺഗ്രസിൽ നിന്നുകൊണ്ടാണ് ആ വിജയം നേടിയത്. അല്ല, ആര് നേടിയോ എന്നുള്ളതല്ല, കഴിഞ്ഞ പ്രാവശ്യത്തെ കാര്യം ഇപ്പൊ പറയേണ്ട കാര്യമില്ല, നമ്മൾ ഇപ്പോഴത്തെ കാര്യമല്ലേ പറയണ്ടത്. പിന്നെ അടുത്ത നെക്സ്റ്റ് മാവേലിക്കര നോക്കാം. അവിടെ നടന്നത് 65.8% ആണ്. അവിടെ കൊടിക്കുന്നിൽ സുരേഷാണ് വർഷങ്ങളായിട്ട് MP ആയിട്ട് അദ്ദേഹം 40 വർഷം. എന്ത് ചെയ്തു കൊടിക്കുന്നിൽ സുരേഷ് അവിടെ ചെയ്തു എന്നുള്ളതാണ് എനിക്കറിയാൻ വയ്യാത്തത്. കാരണം പിണറായി സാഹിബ് നമ്മുടെ മിനിസ്റ്റർ പറഞ്ഞായിരുന്നു, കാരണം കേരളത്തിന് വേണ്ടി എന്തെങ്കിലും ഈ 19 പേര് അവിടെ പോയിട്ട് എന്തെങ്കിലും മിനിസ്റ്റർ ലെവലിൽ അല്ലെങ്കിൽ PM അടുത്ത് സംസാരിക്കണമെന്ന് പറഞ്ഞാൽ ഒരു കാര്യങ്ങളും അവരവിടെ പ്രസന്റ് ചെയ്യത്തില്ല കേരളത്തിന് വേണ്ടി. കാരണം എന്താ വെച്ചാൽ എന്തെങ്കിലും അങ്ങനെ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ അത് CM-ന് ബെനിഫിറ്റ് അല്ലെങ്കിൽ ഇടതുപക്ഷ ജനാധിപക്ഷ മുന്നണിക്ക് വരും എന്നുള്ളതുകൊണ്ടാണ് അവർ അതിനെ കുറിച്ച് ഏതാ മാവേലിക്കരല്ലോ. മാവേലിക്കരയില് ജയിക്കാൻ പോകുന്നത് ഇവര് തന്നെ ആയിരിക്കും, LDF തന്നെ ആയിരിക്കും ജയിക്കാൻ പോകുന്നത്, യാതൊരു സംശയമില്ല. പിന്നെ അദ്ദേഹത്തിന്റെ പേരെന്ന് ബിജു ആണ്, അരുൺകുമാർ കറക്റ്റ്, അരുൺകുമാറാണ് ജയിക്കാൻ പോകുന്നത്. അതേപോലെ നമുക്ക് നെക്സ്റ്റ് എടുക്കാം, കാസർഗോഡ് എടുക്കാം. കാസർഗോഡ് 74.28%. തീർച്ചയായിട്ടും LDF-ലെ ബാലകൃഷ്ണനാണ് ജയിക്കാൻ പോകുന്നത്, അതിന് യാതൊരു മാറ്റവും വേണ്ട. അതേപോലെ നമുക്ക് പത്തനംതിട്ട എടുത്താ പിന്നെ അത് വൈറലായിട്ട് കിടക്കുന്ന സ്ഥലമല്ലേ. അയ്യോ, BJPയുടെ A ക്ലാസ് മണ്ഡലം എന്നൊക്കെ പറഞ്ഞ് അദ്ദേഹത്തിന്റെ മകനുണ്ടല്ലോ, പുള്ളിയുടെ പേരെന്താ, അനിൽ ആന്റണി കിടന്ന് കസർത്ത് കാണിക്കുന്ന ഒരു സ്ഥലമാണ്. പക്ഷേ അനിൽ ആന്റണിക്കൊന്നും അവിടെ നിന്നും പത്തനംതിട്ടയിൽ നിന്നും ഒരു ചുക്കും കിട്ടാൻ പോകുന്നില്ല. അവിടെ തോമസ് ഐസക് പുല്ലുപോലെ ജയിച്ചു പോകും. അതാണ് പത്തനംതിട്ടയുടെ ഇപ്പോഴത്തെ സ്ഥിതി. പിന്നെ അടുത്ത് നമുക്ക് ആലപ്പുഴ എന്ന് പറയുന്നത് 74.37% ആണ്. അതെന്തായാലും തീർച്ചയായിട്ടും കഴിഞ്ഞ പ്രാവശ്യത്തെ പോലെ നമ്മുടെ ആരിഫ് ജയിക്കും. പക്ഷെ അവിടെ കിടന്നുകൊണ്ട് ശോഭാ സുരേന്ദ്രനൊക്കെ വലിയ കസരത്ത് കാണിക്കുന്നുണ്ട്. KC വേണുഗോപാലുണ്ട്. പക്ഷെ അതിനെക്കാട്ടിൽ കസരത്ത് കാണിക്കുന്നത് ശോഭാ സുരേന്ദ്രനാണല്ലോ. KC ഉണ്ടെന്നുള്ളതേ ഉള്ളൂ. പക്ഷെ എന്തായാലും ആരിഫ് അവിടെ ജയിക്കും, അതിന് സംശയമൊന്നും വേണ്ട. അടുത്ത നമുക്ക് ചാലക്കുടി എടുത്തു നോക്കാം. ചാലക്കുടി നമ്മുടെ രവീന്ദ്രനാഥ് നിൽക്കുന്നത്. അവിടെ 71.68% ആണ് ഇത്തവണത്തെ വോട്ടിംഗ് ശതമാനം നടന്നിരിക്കുന്നത്. തീർച്ചയായിട്ടും രവീന്ദ്രനാഥ് ജയിക്കും എന്നുള്ളത് യാതൊരു സംശയം വേണ്ട. കാരണം അദ്ദേഹം മിനിസ്റ്ററായിട്ടൊക്കെ ഇരുന്ന ഒരാളല്ലേ. അദ്ദേഹത്തിന്റെ പെർഫോമൻസും പ്രസൻസും ഒക്കെ കാണുമ്പോൾ തന്നെ ജനങ്ങൾക്ക് ആ ഒരു ലൈനിലേക്ക് അദ്ദേഹത്തെ ജയിപ്പിക്കുന്നുള്ളതിന് യാതൊരു സംശയം. പിന്നെ ആലത്തൂരാണ് പിന്നെ പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ല. രമ്യദാസ് ഇങ്ങനെ പാട്ടുമൊക്കെ പാടി കഴിഞ്ഞ പ്രാവശ്യം ഇത്തവണ പാട്ട് പാടിയിട്ടൊന്നും ജയിക്കാൻ പോകുന്നില്ല, അതിന് യാതൊരു സംശയമില്ല. അത് ഇത്തവണത്തെ
രാധാകൃഷ്ണൻ അത് കൊണ്ടുപോകും. കാരണം വെച്ചാൽ എപ്പോഴും ജനങ്ങൾക്ക് ഈ എപ്പോഴും പാട്ട് കേട്ടോണ്ടിരിക്കുന്നത്, അല്ലെങ്കിൽ തന്നെ ഈ രമ്യ ഹരിദാസൊക്കെ എന്താണ് ആലത്തൂർ ചെയ്തു കൊടുത്തിരിക്കുന്നത്, എന്ത് വികസനം, എന്ത് ഡെവലപ്മെന്റ് ചെയ്തു കൊടുത്തിട്ടുണ്ട്, അത് മനസ്സിലാകുന്നില്ല. അവരൊക്കെ എന്ത് കാണിച്ചിട്ടാണെന്നറിയാം. എന്തായാലും അവിടെ LDF-ന്റെ വിജയം രാധാകൃഷ്ണൻ ഉറപ്പായിട്ട് ചെയ്യും. പിന്നെ പാലക്കാട് പിന്നെ നമ്മള് വിജയരാഘവൻ അവിടെ ഉള്ളിടത്തോളം കാലം മറ്റുള്ള ആർക്കും തന്നെ അവിടെ പാലക്കാട് എനിക്കൊന്ന് 72.68% ആണ് അതെ വോട്ടിംഗ്. അതെ അതെ. അപ്പൊ തീർച്ചയായിട്ടും അവിടെ വിജയരാഘവൻ, കാരണം വിജയരാഘവനെ പറ്റി കൂടുതൽ പറയേണ്ട കാര്യമില്ല. അദ്ദേഹം ജയിച്ചു വന്നാൽ പല രീതിയിലുള്ള ഗുണങ്ങളിലേക്ക് അദ്ദേഹം കയറും. അതിനെപ്പറ്റി ഞാൻ ഡീറ്റെയിൽ ഇലക്ഷൻ വന്നതിന് ശേഷം ഞാൻ പറഞ്ഞുതരാം. വലിയ പൊസിഷനിലേക്ക് അദ്ദേഹം പോകാനുള്ള സാധ്യതയുണ്ടെന്നുള്ള ഒരു സംഭവമുണ്ട്. അത് പിന്നീട് നമുക്ക് സംസാരിക്കും. പിന്നെ നമുക്ക് പറയാൻ പറ്റുന്നത് കോഴിക്കോട് നമ്മുടെ സ്ഥാനാർത്ഥി LDF-ന്റെ ഇടതുപക്ഷത്തിന്റെ സ്ഥാനാർത്ഥി എളമനം കരീമാണ് അല്ലേ. അതെ അപ്പൊ അതെ അവിടെ 72.34% ആണ് വോട്ട് നടന്നത്. തീർച്ചയായിട്ടും അദ്ദേഹം തന്നെ ജയിക്കുള്ളൂ. അതൊന്നും മറ്റുള്ളവരൊന്നും ഇവിടെ പണിപ്പെട്ടിട്ട് കാര്യമൊന്നുമില്ല. പിന്നെ അടുത്ത് വരുന്ന വടകര, ഏറ്റവും പ്രശ്നം ആയിട്ടുള്ള വടകരയിലാണ് വന്നിരിക്കുന്നത്. ഈ അവിടെ വടകരയിൽ എന്തൊക്കെയാണ് ഓരോരുത്തർ പറഞ്ഞു നടന്നത് എനിക്ക് മനസ്സിലാകുന്നത്. ഷാഫി പറമ്പിലൊക്കെ എന്തൊക്കെയാണ് അവിടെ പറഞ്ഞിട്ടുള്ളത്? അവിടെ ഇപ്പൊ CPM പാർട്ടിക്ക് തന്നെ ഉറപ്പില്ല അവിടെ ജയിക്കുമെന്ന്. അല്ല, CPM പാർട്ടിക്ക് ഉറപ്പില്ല, പക്ഷെ CPM-ന് ഭീമൻ രഘുവിന് ഉറപ്പുണ്ട് അവിടെ ജയിക്കുമെന്ന്. ശൈലി ടീച്ചർ ഉറപ്പല്ലേ? അത് എന്താന്നറിയാം, ഈ ഷാഫി പറമ്പിലൊക്കെ കോൺഗ്രസ്സുകാരൊക്കെ അവിടെ അനാവശ്യമായിട്ടും ആവശ്യമില്ലാത്ത ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അതൊക്കെ എന്തിനാണ്, എന്ത് ആവശ്യത്തിനാണെന്നുള്ളത് എനിക്ക് മനസ്സിലാകുന്നില്ല. ഓക്കെ, വാട്ട് എവർ മേ ബി, അത് എന്ത് തന്നെ ആയാലും അവിടെ ശൈലജ ടീച്ചർ ജയിക്കും എന്നുള്ളതിന് യാതൊരു സംശയമില്ല. അവിടെ 73.36% വോട്ടിംഗ് നടന്നിട്ടുണ്ട്, അത് ജയിക്കുകയും ചെയ്യും. അടുത്ത നമുക്ക് നോക്കാം കണ്ണൂര് പിന്നെ MP ജയരാജനല്ല, വേറെ ആരും അവിടെ ജയിക്കാൻ പോകുന്നില്ല. സുധാകരനും ജയിക്കുന്നില്ല. സുധാകരൻ ഇപ്പൊ ഉള്ള മറ്റേ സീറ്റും പോയിരിക്കുകയാണല്ലോ, മറ്റേ അദ്ദേഹം കയറില്ല, അദ്ദേഹത്തിന്റെ പേര് ഹസൻ വന്ന് കയറിയിട്ടുണ്ട്. അതിന് ആ സീറ്റ് ഹസൻ കൊടുക്കുമെന്നുള്ളത് എനിക്ക് കൊടുത്താ. അയ്യോ, ഞാനതിനെ പറ്റി അറിഞ്ഞില്ല. ഹസൻ തിരിച്ചു കൊടുത്താ ഓക്കെ. അപ്പൊ അതിന് സന്തോഷമായിട്ട് അദ്ദേഹത്തിന് ഇരിക്കും. എന്തായാലും 75.74% എന്തായാലും കണ്ണൂർ വോട്ടിംഗ് നടന്നിട്ടുണ്ട്. അതിൽ ജയിക്കാൻ പോകുന്നത് LDF-ന്റെ MP ജയരാജനായിരിക്കും, അതിന് സംശയമൊന്നുമില്ല. പിന്നെ അടുത്ത് നമുക്ക് നോക്കേണ്ടത് തൃശ്ശൂരാണ്. ഇതുപോലൊരു പ്രശ്നം നടന്ന സ്ഥലം സുരേഷ് ഗോപി 5 വർഷമായിട്ട് അവിടെ കയറി ഇറങ്ങി അങ്ങ് താമസിച്ച് തൃശ്ശൂരുകാർ ഇത്തോടെ കൊണ്ടുപോകും. തൃശ്ശൂര് കൊണ്ടുപോകില്ല, തൃശ്ശൂർ ആമ്പിള്ളേര് കൊണ്ടുപോകും. തൃശ്ശൂര് കൊണ്ടുപോകാതെ സുരേഷ് ഗോപി നേരെ വീട്ടിലേക്ക് പോകത്തേ ഉള്ളൂ. അത് എന്താണ് സുരേഷ് ഒരു പ്രകടനവും അദ്ദേഹത്തിന്റെ ഒരു രീതിയും ഒക്കെ കണ്ടിട്ട് അതല്ല രാഷ്ട്രീയം എന്ന് പറഞ്ഞാൽ, അതല്ല സുരേഷ് കിടന്ന് കളിക്കുന്നതല്ല രാഷ്ട്രീയം. ഇറ്റ് ഈസ് സംതിങ് ഡിഫറെന്റ്. ആ സുരേഷിന്റെ അടുത്ത് ഞാൻ പറയേണ്ട കാര്യമൊന്നുമില്ല, അദ്ദേഹത്തിന് അത് മനസ്സിലാക്കാനുള്ള കഴിവുണ്ടെങ്കിൽ മനസ്സിലാക്കട്ടെ. എന്തായാലും തൃശ്ശൂര് നമ്മുടെ VS സുനിൽകുമാർ ജയിക്കും എന്നുള്ള യാതൊരു സംശയം വേണ്ട. കാരണം VS സുനിൽകുമാറൊക്കെ അദ്ദേഹം മിനിസ്റ്ററായിട്ടിരുന്ന ആളാണ്, അദ്ദേഹം തൃശ്ശൂരുകാരനാണ്. ജനങ്ങളുടെ ഇടയിലേക്ക് ഇറങ്ങിച്ചെന്ന് എന്താണ് രാഷ്ട്രീയം, അല്ലെങ്കിൽ എങ്ങനെയാണ് ജനങ്ങളെ സേവിക്കേണ്ടതെന്നുള്ളത് നന്നായിട്ട് അറിയാം. അപ്പൊ ചോദിക്കും കോൺഗ്രസിലെ മറ്റേ അദ്ദേഹം ഉണ്ടല്ലോ അവിടെ, മുരളീധരനും ഉണ്ട്. പക്ഷെ മുരളീധരനെക്കാട്ടിൽ കൂടുതൽ പേരും പ്രശസ്തിയും ജനങ്ങൾക്കിടയിലുള്ളത് VS സുനിൽകുമാറാണ്. സുഖമായിട്ട് അദ്ദേഹം അവിടെ ജയിക്കും. അപ്പൊ എന്തായാലും 12 സീറ്റ് ഇതാണ്. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഒരു 3 മണ്ഡലങ്ങൾ പറഞ്ഞല്ലോ നേരത്തെ, ഇഞ്ചോടിഞ്ച് പോരാട്ടം. അത് ട്രിവാൻഡ്രം, എറണാകുളം, ആറ്റിങ്ങലുമാണ്. അവിടെ ആര് ജയിക്കുമെന്ന് പറയാൻ പറ്റില്ല. പക്ഷേ ട്രിവാൻഡ്രത്ത് എന്തായാലും പന്ന്യൻ രവീന്ദ്രന് സാധ്യത ഏറി കിടപ്പുണ്ട്, മനസ്സിലായില്ലേ. പിന്നെ അദ്ദേഹം BJP-യുടെ ഒരു കാൻഡിഡേറ്റ് കംപ്ലീറ്റ് ട്രിവാൻഡ്രം മൊത്തം എഴുതി അങ്ങ് എടുക്കും എന്നൊക്കെ പറയണം. അതൊന്നും നടക്കുന്ന കാര്യമൊന്നുമില്ല. അദ്ദേഹത്തിന്റെ പേരെന്തായിരുന്നു? BJP-യുടെ രാജീവ് ചന്ദ്രശേഖർ. അദ്ദേഹം മന്ത്രിയായിട്ടിരുന്നാണ് ഒരുപാട് കാര്യങ്ങൾ വന്ന് അദ്ദേഹം ഇപ്പം കാരണം ട്രിവാൻഡ്രത്ത് ഇതുവരെ ഒരു കാര്യവും നടന്നിട്ടില്ല. ഇദ്ദേഹം വന്ന് കയറിയാലേ നടക്കൂ എന്നുള്ള പ്രസംഗങ്ങളും രീതികളും അതൊന്നും നടക്കുന്ന കാര്യം തന്നെ. അതൊക്കെ മറ്റേ നമ്മുടെ ഇടതുപക്ഷം പന്ന്യൻ രവീന്ദ്രന് കൂടുതൽ സാധ്യതയുണ്ട്. അതേപോലെ ആറ്റിങ്ങൽ എന്തായാലും ജോയ് തന്നെ ജയിക്കും എന്നുള്ളതിന് യാതൊരു സംശയം വേണ്ട. അടൂർ പ്രകാശും പോക്കാണ്, മുരളീധരനും പോക്കാണ്. എന്തായാലും എന്റെ ഒരു പ്രഡിക്ഷൻ എന്ന് പറഞ്ഞാൽ 12ആണ്. അവസാനം മറ്റൊരു കാര്യം ചോദിക്കുകയാണ്. അതായത് ഒരു ചാനലും ഒരു എക്സിറ്റ് പോൾ കമ്പനിയും ഒരു സർവേ വരാത്താണ് താങ്കൾ ഇത് പറഞ്ഞത്. എന്തടിസ്ഥാനത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ആരാണെന്ന്, അതിനെ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിവുള്ള ആൾ ആരാണെന്ന് മനസ്സിലായില്ലേ. അതിന് ചങ്കൂറ്റത്തോടെ ഭരണം നടത്തുന്ന ആൾ ആരാണെന്നും ആ ചങ്കൂറ്റത്തോടെ ഭരണം നടത്തുന്ന ആളിന്റെ
ഒരു കാൻഡിഡേറ്റ് മീൻസ് അതിലൊരു ആളായിട്ട് നിൽക്കുന്ന ഭീമൻ രഘുവിന്റെ ഗ്യാരണ്ടിയും, അതായത് അത്ര ഉറപ്പ് മനസ്സിലുള്ള ഒരു ഗ്യാരണ്ടിയാണ് എന്റെ മനസ്സിൽ കിടക്കുന്നത്. കാരണം ഈ ഇപ്പോഴത്തെ ഈ ഇലക്ഷൻ നടന്നപ്പോൾ എനിക്ക് ഏറ്റവും മനസ്സിൽ വന്നത് LDF-ന് സാധ്യത കൂടുന്നു എന്നുള്ളതാണ്. കഴിഞ്ഞ പ്രാവശ്യത്തെക്കാട്ടിൽ ഭയങ്കരമായിട്ട് സാധ്യത കൂടുന്നു. അതിന് പ്രധാന കാരണം എന്ന് വെച്ചാൽ ഈ CAA, ഞാൻ നേരത്തെ പറഞ്ഞ CAA, അതിന് ഞാൻ ചോദിക്കട്ടെ, ഈ കോൺഗ്രസിനും BJPക്കും ഒന്നും അതിന് ഒരു നിലപാടുമില്ല ഈ പൗരത്വ ഭേദഗതി. അതുപോലെ മതേതരത്വം, സൗഹാർദ്ദ അന്തരീക്ഷം, ഇതൊക്കെ കാത്തു സൂക്ഷിക്കാൻ കഴിയുന്ന ഒരേ ഒരു പ്രസ്ഥാനം ഏതാണെന്നറിയോ? ഞാനിപ്പോ നിൽക്കുന്ന LDF ആണെന്ന് ജനം മനസ്സിലാക്കുന്നു, ഞാനും മനസ്സിലാക്കുന്നു. പിന്നെ ഈ LDF ജയിച്ചാല് വർഗീയ ശക്തികളുണ്ടല്ലോ, ഈ ഫാസിസ്റ്റ് ശക്തികളൊക്കെ താഴെ ഇറക്കാനും അതിനെതിരായി പോരാടുവാനും കഴിയുമെന്ന് ജനങ്ങൾ മനസ്സിലാക്കണം. അത് മനസ്സിലാക്കി കഴിഞ്ഞു എന്നാണ് എന്റെ വിശ്വാസം. ഇക്കുറി എന്തായാലും LDF കേരളത്തിൽ നിൽക്കും. അതാണ് ഭീമന്റെ ഗ്യാരണ്ടി. കാരണം ഇത്രയും കഴിവും ഇത്രയും പ്രശസ്തിയും അതായത് തൻ്റെ ഉള്ള ഒരു പാർട്ടിയാണ്. അതിന് യാതൊരു സംശയവും വേണ്ട. ഞാൻ ചോദിക്കട്ടെ, ഇന്ന് പോട്ടെ, അതിനെപ്പറ്റി നമ്മൾ കൂടുതൽ സംസാരിക്കണ ഇലക്ഷൻ എന്തായാലും കഴിയട്ടെ. ശ്രീ ഭീമൻ ഇത് ജൂൺ 4-ന് താങ്കളുടെ എക്സിറ്റ് പോൾ വിജയകരമായി മുന്നോട്ട് പോകാൻ കണ്ടറിയാം. ഒരുപാട് നന്ദി. ഒരുപാട് ഓക്കെ, താങ്ക് യു അഭിലാഷ്. എന്തായാലും അത് കഴിഞ്ഞിട്ട് തീർച്ചയായിട്ടും നമ്മൾ കാണണം. ഒന്ന് കാണണം. താങ്ക് യു.